ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നും മംഗല്യം തന്തുനാനേന എന്ന സീരിയലിലെ ബാക്കി ഭാഗം നോക്കാം കേട്ടോ. അപ്പോൾ നിധി നിർമ്മലമ്മയെ നിർബന്ധിക്കുകയാണല്ലോ, ഗൗതമൻ്റെ അമ്മയാണെന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിർമ്മലമ്മ ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇപ്പോൾ ഗൗതം തിരിച്ചു വന്നു, എന്നിരുന്നാലും അവൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത തന്നെയാണ്, ആരുമില്ല എന്നുള്ള ചിന്തയാണ്. അപ്പോൾ നിർമ്മലമ്മ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഗൗതം വീട് വിട്ട് പോവില്ല. ചിലപ്പോൾ ഇതേപോലെ പെട്ടെന്ന് അങ്ങനെ ഇറങ്ങിപ്പോയാലോ, നമ്മൾ എന്ത് ചെയ്യും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിർമ്മലാമ്മയ്ക്ക് വിഷമം തോന്നുന്നുണ്ട്. പക്ഷേ നിർമ്മലാമ്മ പറയുന്നുണ്ട്, ഞാൻ പാറുവിൻ്റെ അടുത്ത് ഒരിക്കലും അമ്മയെന്ന് പറയില്ല എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഒരിക്കലും പറയില്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ വാക്ക് മാറ്റാൻ പറ്റില്ല എന്ന്. അപ്പോൾ നീ പറയും, ഇപ്പോൾ നിങ്ങളുടെ വാക്കാണോ അമ്മയെ മുഖ്യം, അതോ ഗൗതമിൻ്റെ ജീവനാണോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവസാനം നിർമ്മലമ്മ സമ്മതിക്കുകയാണ്, എന്തായാലും ഇവിടെ വെച്ച് പറയണ്ട, ഞാനെങ്ങാനും പറഞ്ഞ കാര്യം അത് നമ്മുടെ പാർവതി അറിയും വേണ്ട. അപ്പം നമുക്ക് നാളെ ഗൗതമിൻ്റെ അടുത്ത് അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞാൽ മതി, അവിടെ വെച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കി തീരുമാനം എടുക്കാം. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യേ, ഇപ്പോൾ ഇന്ന് രാത്രി ഒന്നും ഇതിനെക്കുറിച്ചിട്ട് ഗൗതമിനോട് സംസാരിക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പാറു കേൾക്കുന്നുണ്ട്. പാറു ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചതാ ആൻറ്റി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗൗതമിനുള്ള പാലും തിളപ്പിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട പാറു തടയാൻ വേണ്ടിയിട്ട് ഓടി വരുമ്പോൾ അച്ഛൻ തിരിച്ച് റൂമിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാറു പറയുന്നുണ്ട്, കണ്ടോ എന്ത് തീരുമാനം അവളെടുത്തത്, അല്ലെങ്കിൽ എൻ്റെ മോൻ വീട് വിട്ട് പോയിട്ട് എനിക്ക് വയ്യാന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൻ തിരിച്ചു വന്നത്. എന്നാലും മനസ്സുകൊണ്ട് അവൻ ഇവിടുത്തെ എപ്പോഴും ആയിട്ടില്ല. മനസ്സ് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് അവൻ്റെ. ഇനിയിപ്പോൾ നാളെ നിർമ്മലയാണ് അവൻ്റെ പെറ്റമ്മ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ സ്ഥാനം. ഇനിയിപ്പോൾ എന്നെ വേണ്ടാന്ന് വെച്ചിട്ട് മനസ്സിൽ അവൻ്റെ അമ്മേനെ കയറ്റി വെക്കില്ലേ, അങ്ങനെയാണെങ്കിൽ എനിക്കത് താങ്ങില്ല. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, നീ അങ്ങനെ വിഷമിക്കേണ്ട പാറു, എന്തൊക്കെ പറഞ്ഞാലും ഗൗതമിൻ്റെ മനസ്സ് മാറാൻ പോണില്ല. അവൻ്റെ അമ്മ അവൻ്റെ മനസ്സിൽ നീ തന്നെയായിരിക്കും. അതെങ്ങനെ, ഇപ്പോൾ നിർമ്മല എല്ലാവരെയും പ്രസവിച്ച അമ്മ എന്ന് അറിഞ്ഞിട്ടും കൂടി നിർമ്മലനെ എപ്പോഴും അമ്മയെന്ന് വിളിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇനി ഇതും കൂടി അറിഞ്ഞ് എന്തായിരിക്കും. അയ്യോ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യാന്നും പറഞ്ഞിട്ട് പാറു അവിടെ ഇരുന്ന് ഗംഭീര കരച്ചിൽ തുടങ്ങി. അപ്പം അച്ഛൻ പറഞ്ഞു, നീ വിഷമിക്കാതെ പാറു, ഇപ്പോൾ നിധി അത് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഇവിടെ വെച്ചിട്ടല്ല, നാളെ പുറത്ത് പോയിട്ട് പറയുന്നു പറഞ്ഞിട്ടേ ഉള്ളൂ, അത് പറയാതെ ഞാൻ നോക്കിക്കോളാം, നീ വിഷമിക്കാതിരിക്കേ. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ പോവാ? നിധി വിചാരിക്കേണ്ടത് ഗൗതമിന് വിഷമം ഉണ്ടാവരുതെന്നാണ്. ഇനിയിപ്പോൾ ഇന്ന് രാത്രി അവൻ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ നിർമ്മലമ്മയുടെ കാര്യം കാരണം അവൻ പറയുകയാണെങ്കിലോ, നമ്മൾ എന്ത് ചെയ്യും? അയ്യോ നീ എന്തിനാ പാർവതി ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ ചോദിക്കേണ്ട കേട്ടോ അച്ഛൻ. അയ്യോ അല്ല, നിർമ്മലയാണ് അവനെ പ്രസവിച്ചതെന്ന് ഒരിക്കലും അറിയാൻ പാടില്ല. അങ്ങനെ എങ്ങാനും അറിഞ്ഞു പോയ എൻ്റെ അവസ്ഥ. ഇത്ര വർഷം അവനെ ഞാൻ എൻ്റെ നെഞ്ചിൽ ചുമന്നിട്ടാണ് വളർത്തിയത്. ഇനി പെട്ടെന്ന് അത് നിർമ്മലയ്ക്ക് വിട്ടുകൊടുക്കാൻ പറഞ്ഞാൽ പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് പാറു. പ്രണവും യാമിനും ഞാൻ പറ്റ മക്കൾ തന്നെയാണ്. പക്ഷെ എന്നെ ആദ്യമായിട്ട് അമ്മ എന്ന് വിളിച്ചത് എൻ്റെ ഗൗതമാണ്. അവനെങ്ങാനും എന്നെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. പാറു, എനിക്ക് നിന്നെ മനസ്സിലാവും, നീ എന്നെ ഒന്ന് വിശ്വസിക്കേ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാറു പറയുന്നുണ്ട്, ഒരു വിശ്വാസം ഒന്നിൻ്റെ ഒരു കാര്യമില്ല, ഈ സത്യം ഒരിക്കലും ഗൗതം അറിയരുത്, എനിക്ക് അത്രേ വേണ്ടു, അതെനിക്ക് നിർബന്ധമാണ്, ഞാൻ തന്നെ അവളോട് പോയിട്ട് ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ട് പാറു നിധീനെ ചീത്ത പറയാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പിടിച്ചിരുത്തുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ നിധിയും കൂടി വഴക്കിടുകയാണെങ്കിൽ അത് ഗൗതം കേൾക്കും. അപ്പോൾ നമ്മൾ തന്നെ ആ കാര്യം അവന് പറഞ്ഞു കൊടുക്കണ പോലെ ആവില്ലേ, നീ ഒന്ന് ക്ഷമിക്കേ. നിധി അത് പെട്ടെന്നുള്ളൊരു ആവേശത്തിൽ പറഞ്ഞതാണ് നിർമ്മലയുടെ അടുത്ത്. അതൊരിക്കലും അവൾ അതിൻ്റെ വരുമരായികളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം, നീ വിഷമിക്കാതിരിക്കേ. നീ ഇപ്പം അതിനെ പറ്റിയൊന്നും ചിന്തിക്കാതെ കിടന്നുറങ്ങുക പാർവതി, അതിനൊക്കെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാറു ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ സമാധാനത്തോടെ ഉറങ്ങും, ഞാൻ തന്നെ ഇതിനൊരു തീരുമാനം എടുത്തോളാം മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം നിധി പാലും കൊണ്ട് റൂമിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗൗതം ഫാമിലി ഫോട്ടോ എടുത്തിട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്താ ഗൗതം പെട്ടെന്ന് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കണേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഗൗതമാണ് ഇങ്ങനെ പലത് ആലോചിച്ചിരിക്കുകയാണ്, ശിവാനി പറഞ്ഞതും നമ്മുടെ പാറു സത്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ സമ്മതിക്കാത്തതും, അങ്ങനെ ഓരോ കാര്യങ്ങളും കഴിഞ്ഞത് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഇത് ഞാനൊരു സത്യമൊന്നും അറിയാത്തപ്പെടുത്ത ഫാമിലി ഫോട്ടോയാണ്, എന്നാൽ ഇപ്പോൾ എനിക്കിത് നോക്കുമ്പോൾ ഇപ്പോൾ ചിരിയാണ് വരുന്നത്. എന്തിന് ചിരിക്കണം? നിങ്ങൾ ഇതിലിരിക്കണ മാതിരി എപ്പോഴും സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട് കേട്ടോ നിധി. പിന്നെയും വാടിയിരിക്കണ ഗൗതമൻ മുഖം പൊക്കി പിടിച്ചിട്ട് നമ്മുടെ നിധി പറയുന്നുണ്ട്, ഈ രാത്രിയും കൂടി ഉള്ളൂ നിൻ്റെ ഈ വിഷമമൊക്കെ, നാളെ രാവിലെ മുതൽ നിനക്ക് സന്തോഷമായിരിക്കും. അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട്, അതെന്താ നാളെ? അതങ്ങനെ, അത് നാളെ കാണാം. എന്നിട്ട് നിധി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്, മനസ്സിൽ പറയുന്നുണ്ട്, നാളെ നിൻ്റെ പെറ്റ അമ്മ ആരാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം വിളിക്കണേ, നിധി നീ എന്താ ആലോചിക്കണേ, എന്തപ്പോൾ അത്ര വലിയ നാളേക്ക് എനിക്ക് സന്തോഷം തന്നെ വാർത്ത? അത് പറയണ്ട, നാളെ നമുക്ക് അമ്പലത്തിൽ പോകണം, എന്നിട്ട് ഞാൻ പറയാം. ഞാനൊന്നും വരുന്നില്ല അമ്പലത്തിലേക്ക്, ദൈവം എനിക്ക് നല്ലതൊന്നും ചെയ്യണില്ല.
ഇനി ദൈവമല്ലല്ലോ നമുക്ക് നല്ലത് ചെയ്യണത്, ദൈവത്തിൻ്റെ രൂപത്തിലെ ആൾക്കാരല്ലേ നമുക്ക് നല്ലത് ചെയ്യുന്നത്. നാളെ നമ്മൾ അമ്പലത്തിൽ പോകും, അത്ര തന്നെ. ഈ പാല് കുടിക്കുകയെന്നും പറഞ്ഞിട്ട് ഗൗതമന് പാല് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗൗതം അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിധി ഫാമിലി ഫോട്ടോ എടുത്ത് നോക്കിയാൽ ഇനി ഇതേപോലെ വേറൊരു ഫോട്ടോയും കൂടി എടുക്കണം, നമ്മുടെ നിർമ്മലമ്മയും കൂടി ചേർക്കണം എന്ന് പറയണേ. നിർമ്മലമ്മയോ അതെന്തിനാ ചോദിച്ചു. അവരും ഗൗതമൻ്റെ മോനെ പോലെയല്ലേ കാണുന്നത്, അപ്പോൾ അവർ ഗൗതമൻ്റെ അമ്മയല്ലേ, ഈ കുടുംബത്തിലെ അംഗമല്ലേ, അപ്പോൾ എന്തായാലും നമുക്ക് ആൻറ്റി കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ഫോട്ടോ എടുക്കണം. എന്നിട്ട് നിധി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവൾക്ക് എന്താ പറ്റിയെന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കേട്ടോ. അപ്പോൾ നിധി പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കണം, എത്രയും പെട്ടെന്ന് ഗൗതമിനെയും നിർമ്മലമ്മയും അമ്പലത്തിൽ കൊണ്ടുപോകണം, എന്നിട്ട് വേണം സത്യം പറയാമെന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ട് നമ്മുടെ നിർമ്മലാൻ്റിയുടെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ പിന്നെ നമ്മുടെ പാറു എന്ന് വിളിക്കണം, നിധി ഇവിടെ വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി ഇങ്ങനെ വന്നു, പറയും നീ എവിടേക്കാണ്, എന്തിനാ ഇപ്പോൾ നിർമ്മലയുടെ റൂമിലേക്ക് പോകണേ ചോദിച്ചു. അത് അല്ല ചായ ഇല്ലെന്ന് ചോദിക്കാൻ പോവാ ആൻറ്റി അമ്മേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ അച്ഛനായിട്ട് സംസാരിച്ചോ ചോദിക്കേണ്ടിട്ട്. അച്ഛനായിട്ടോ? ഇല്ല. എന്താ സംസാരിക്കാനുള്ളത് ചോദിക്കേണ്ടത്. അത് നിർമ്മല അമ്മ അങ്ങനെ പറയുന്നുണ്ട്. അല്ല നീ ഒന്നും സംസാരിച്ചില്ലേ? ഇല്ല അമ്മേ, ഞാൻ എന്ത് സംസാരിക്കാനാ? നീ ഗൗതമായിട്ട് എന്തെങ്കിലും സംസാരിച്ചോ? എന്താ അമ്മ എന്താ പറയണേ? അല്ല നീ ഇപ്പം എവിടേക്കാണ് പോണേ? അതല്ല ഞാൻ എവിടേക്കില്ല. ഓ എന്താ അവളെ അഭിനയിക്കുന്ന കണ്ടില്ലേ, എവിടേക്കും പോകണില്ല എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ പോണ പോലെ ഉണ്ടല്ലോ ലക്ഷണം കണ്ടിട്ട്. അവളുടെ ഒരു അഭിനയം ഇങ്ങോട്ട് വടിയെന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആരില്ല സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് മിണ്ടരുത്. നീ നിർമ്മലേനെയും ഗൗതമത്തിനെയും അമ്പലത്തിലേക്ക് കൊണ്ടുപോയിട്ട് അത് സ്വന്തം അമ്മ പെറ്റമ്മ എന്ന് പറയാൻ പോയില്ലേ നീ? അപ്പം ഇത് കേട്ടപ്പോൾ നമ്മുടെ നിധി ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താടി അന്തം വിട്ട് നിൽക്കണേ, ഇതെങ്ങനെ ഞാൻ അറിഞ്ഞു എന്ന് നോക്കിയിട്ടല്ലേ. നീയും നിർമ്മലയും കൂടി ഇന്നലെ സംസാരിക്കേണ്ടത് ഞാൻ കേട്ടു. അത് പിന്നെ അമ്മേ മിണ്ടരുത്. നീ ആരോട് ചോദിച്ചിട്ട് എത്ര വലിയ തീരുമാനം എടുത്തത്? എന്നോട് ചോദിക്കാണ്ട് നീ ഇത്ര വലിയ തീരുമാനമൊക്കെ എടുത്തല്ലേ, അപ്പോൾ നിനക്ക് എന്നോട് അത്ര പോലും ഇഷ്ടമല്ല? നിധി ഇത് എന്താലോചിച്ചിട്ടാണ് നീ ഈ തീരുമാനം എടുത്തത്? എൻ്റെ മോനെ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും നീ ആലോചിച്ചിട്ടുണ്ടോ? അയ്യോ അതല്ല അമ്മേ, ഇപ്പോൾ നമ്മുടെ മോനല്ലാന്ന് അറിഞ്ഞപ്പോൾ ഗൗതത്തിൻ്റെ അവസ്ഥ അമ്മ കണ്ടതല്ലേ. ഞാനത് അറിഞ്ഞിട്ട് മറച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് എന്നോടുള്ള ദേഷ്യം അമ്മ കണ്ടതല്ലായിരുന്നു. ഇനി ഇതും കൂടി ഞാൻ എങ്ങനെ ഗൗതമിൽ നിന്ന് മറച്ചു വയ്ക്കും അമ്മേ? അപ്പോൾ ഗൗതമേനെ ഇനി വെറുക്കില്ലേ അമ്മേ, അതുകൊണ്ടാണ് ഞാൻ ഈ സത്യം പറയാമെന്ന് വിചാരിച്ചേ എന്ന് പറയാം. ആഹാ, അപ്പം നിനക്ക് നല്ലവളായിരിക്കണം അല്ലേ? നീ ഒരു കാര്യം ആലോചിച്ചോ, നീ എങ്ങാനും ഈ സത്യം അവനോട് പറയുകയാണെങ്കിൽ പിന്നെ ഈ അമ്മേനെ നീ ജീവനോടെ കാണില്ല. അല്ല ആ നിർമ്മല ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക, നിൻ്റെ പോക്കത്ര ശരിയല്ല. നോക്കിയാലും ആ നിർമ്മലയുടെ കൂടെയാണ്, അവളുടെ സൈഡും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കും. എന്താടി ഈ പഴയ അമ്മായിമ്മേനെ നിനക്ക് ബോറടിച്ചോ? പുതിയ അമ്മായിമ്മ വേണം തോന്നി തുടങ്ങിയോ നിനക്ക്? ഇല്ല, ഈ വീട്ടിലാരും എന്നെ മൈൻഡ് ചെയ്യണില്ല, എന്നെ മനസ്സിലാക്കിയിട്ടില്ല. എല്ലാവരും എൻ്റെ മനസ്സിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നും പറഞ്ഞിട്ട് പിന്നെയും പറു കരച്ചിൽ തുടങ്ങി കേട്ടോ. ഇല്ല അമ്മ വിചാരിക്കുന്ന മാതിരി ഒന്നും സംഭവിക്കില്ല. സത്യം അറിഞ്ഞാൽ ഗൗതം ഒരിക്കലും അമ്മ വീട്ടിൽ പോകാൻ പോണില്ല. അത് ഞാൻ വിശ്വസിച്ചു. ഇപ്പം തന്നെ സത്യം അറിഞ്ഞപ്പോൾ, ഞാൻ പ്രസവിച്ച മോനല്ലെന്ന് അറിഞ്ഞപ്പോൾ അവൻ എന്താ കാണിച്ചത്? ഇതുവരെയ്ക്കും ഉള്ളതൊക്കെ മറന്നിട്ട് അവന് വീട് വിട്ട് പോയില്ലേ. ഇനിയിപ്പോൾ അവൻ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ശിവാൻ്റെ അടുത്ത് പോയി പറയില്ലേ? ശിവാനി ചോദിച്ചില്ലേ നിന്നെ ആരെ പ്രസവിച്ചു എന്നുള്ളത്, ചെന്ന് പറയില്ലേ ഇതാ എന്നെ പ്രസവിച്ച അമ്മ എന്ന്? അങ്ങനെ എല്ലാവരും ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? നിധി നിൻ്റെ കാല് ഞാൻ പിടിക്കാം, ദയവായിട്ട് ഈ സത്യം മാത്രം നീ അവൻ്റെ അടുത്ത് പറയരുത്. എൻ്റെ കാണാതായ മോനെ കിട്ടി സന്തോഷത്തിലാണ് ഞാനിരിക്കണത്. ദയവ് ചെയ്തിട്ട് ഇനി അവനെ എന്നെ ഒന്ന് പിരിക്കരുത്. അയ്യോ ഞാൻ അങ്ങനെ ചെയ്യുമോ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരിക്കലും അവനെ അമ്മയിൽ നിന്ന് പിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. നീ പിരിക്കും, നീ അത് ചെയ്യാൻ ആരംഭിച്ചില്ലേ, തുടങ്ങിയില്ലേ നീ അത് ചെയ്യാനായിട്ട്? ഇപ്പം നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ഞാൻ കേട്ടില്ലെങ്കിൽ എന്തായിരുന്നു എൻ്റെ അവസ്ഥ? നീ എല്ലാം പറയില്ലേ അവൻ്റെ അടുത്ത്? ഒരു കാര്യം ഞാൻ പറയാം, എപ്പോഴും പറയണ പോലെ, സത്യം നീ എന്തെങ്കിലും ഗൗതമൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ നീ പിന്നെ ഈ അമ്മയെ മറന്നേക്ക്. എന്നിട്ട് പറയണ്ട പോവിടുന്ന് എന്ന് പറഞ്ഞിട്ട് നിധിനെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ആകെപ്പെട്ട അവസ്ഥയിലായി. അപ്പം നിധി ഭഗവാനോട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ എന്തൊരവസ്ഥയിലാണ് ഭഗവാനെ നീ എത്തിച്ചിരിക്കണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ജീവനോടെ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ പറയാണ്ട് ഈ സത്യം എങ്ങാനും എന്തെങ്കിലും ഗൗതം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്ഥിതി എന്തായിരിക്കും? എനിക്കൊരു വഴി കാണിച്ചതാ ഭഗവാനെ. അല്ല നിർമ്മലാൻ്റി ഇത് എവിടെ പോയി എന്നും ചോദിച്ചിട്ട് നിർമ്മലാൻ്റി തപ്പിയിട്ട് നമ്മുടെ നിധി കിച്ചണിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിധി കിച്ചണിലേക്ക് ഫോണ് കണ്ടപ്പോൾ നമ്മുടെ വസു ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇത് പറ്റിയ അവസരമാണ്, ഗൗതമിനോട് തന്നെ സംസാരിക്കാൻ പറ്റിയ അവസരമാണെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കയറി പോകുന്നുണ്ട് നമ്മുടെ വസു ആൻറ്റി. അപ്പോൾ വസു ആൻറ്റി ചെന്നപ്പോഴും ഗൗതം എണീറ്റിട്ടില്ല കേട്ടോ. ഗൗതം കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് വസു കുറച്ച് നേരം ഇങ്ങനെ മുഖത്തേക്ക് നോക്കി നിന്നിട്ട് അടുത്തിരുന്നിട്ട് ഇങ്ങനെ നെറുകലിങ്ങനെ തലോടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗൗതം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ വസു അപ്പോൾ ചാടി എണീറ്റിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ അമ്മ എന്താ വന്നതെന്ന് ചോദിച്ചിട്ട്. അതെന്താ മോൻ്റെ മുറിയിലേക്ക് അമ്മയ്ക്ക് വന്നൂടെ? നോക്ക്, പകുതി മയക്കത്തിലും കൂടി നീ എന്നെ അമ്മയെന്നാണ് വിളിക്കണത്. എന്നിട്ട് നീ എന്തിനാടാ വീട് വിട്ടു പോയത്? മറ്റാരും നിനക്ക് സ്വന്തമല്ലെന്ന് തോന്നിപ്പോയാലും ഞാൻ നിനക്ക് സ്വന്തമല്ലേടാ.
നീ എനിക്ക് പിറക്കാത്ത മോനല്ലടാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗൗതമനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിധിയാണെങ്കിൽ ഈ സമയം എല്ലായിടത്തും നമ്മുടെ നിർമ്മലാൻ്റീനെ തപ്പി നടക്കുകയാണ്. പക്ഷേ നിർമ്മലാൻ്റീനെ വീട്ടിലെവിടെയും കാണാനില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ സത്യം പറയേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നിർമ്മലമ്മ മനഃപൂർവ്വം മുങ്ങിയതാണ്. നിധിയാണെങ്കിൽ ഗൗതമനോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അമ്പലത്തിൽ പോവുകയും ചെയ്യും, ഒരു ന്യൂസ് പറയാനും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബായ്.